എന്തുവാടത്? ഓ മൈ ഗോഡ്, എന്തുവാടത്? എക്സ്ട്രീം സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ആരും ഉണ്ട് അകത്ത്. അത് മന്ത്രവാദിയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഉറപ്പ് അകത്ത് ആരും ഉണ്ട്. അത് പോലീസിനെ വിളിക്കാതെ ഞാനിതിനടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്. പോലീസിനെ വിളിച്ച് നമ്മൾ പെടുകൂടാ. ചത്തും പോടാ, വീട്ടിൽ പോണ്ടാടാ. വിളി 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 എന്തിനാ വിളി വിളി അവനെ വിളി. എന്ത് കാര്യം ഓടാ ഓടാ. വിളി 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 വിളി. ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. എന്തോടത്? എന്റെ മോനെ ഞാൻ വെറുതെ ചോദിച്ച് മണി മേടിച്ചതിനായി പോയി. എന്തിനാണ് ഇവിടെ വന്നത്? ചക്കരി ഏതാണ് നമ്മളിത് ഇവിടെ വരാൻ പറഞ്ഞത്? നാളെ വെക്കാടാ, പേടിക്കാതെ. അജീബേ സൗണ്ട് വെക്കല്ലേ. നാട്ടുകാർ വന്ന് പൊക്കിയിട്ട് ഇടിക്കും. ഉണ്ടാതിരി. നിങ്ങൾ എന്തുകൊണ്ട് കാണിച്ചോണ്ടിരിക്കുന്നത്? എന്താണ് കുട്ടിച്ച് വന്നിട്ട് എനിക്കല്ല, എനിക്കെന്ത് എന്താ തള്ളിയടാ പറഞ്ഞിട്ടാ. ഓ മൈ ഗോഡ്, എന്തോടെ കാണിക്കുന്നത് അജുവേ? ഓ മൈ ഗോഡ്, എന്താടാ എണീക്കടാ. തിരി 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 തിരി. എടാ എന്തോടാ പറ്റിയതൊക്കെ? എനിക്ക് അറിയാൻ പാടണ എന്നെ എന്തൊക്കെയോ ഉപദ്രവിക്കണ്ട. എന്താണ്? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. കൈതോടെ ആരും ഇരിക്കുന്നുണ്ട്. എന്റെ ദൈവമേ, ആരാണ്? ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്. ഇവിടെ എന്തോ ഉണ്ടോ? മന്ത്രവാദിയാണോ? മന്ത്രവാദിയാണോ? എന്തോടത്? നമുക്കൊരു കാര്യം ചെയ്യല, പോലീസിനെ വിളിച്ചാലാ. ചെയ്യുന്നേ. ഓ മൈ ഗോഡ്, 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 ഓ മൈ ഗോഡ്. ആടണിരുന്നിട്ട് ആടുന്ന എന്ത് ചെയ്യുന്നതുള്ള? ഓ മൈ ഗോഡ്, കിട്ടണ്ടേ അത്? പറക്കണ തീയൊക്കെ പറക്കണ പോയി തീപ്പുരിയായിട്ട് പറന്നുകൊണ്ടിരിക്കണത്. തീയാണെന്ന് ആരോടും തിരിപ്പണ്ടാ. സീനാടാ, തീ പോണ്ട. ഇടക്ക് തീ വരുന്നുണ്ടാ. എന്തുവാടത്? ഓ മൈ ഗോഡ്, എന്തുവാടത്? കൊല്ലുവാണത്. പോലീസിനെ വിളിക്കണം നമുക്ക്. ഓ മൈ ഗോഡ്. ഹലോ, ആരാ നിങ്ങള്? ഞങ്ങൾ പോലീസ് വിളിക്കാമോ? പോലീസിനെ മനുഷ്യരൊന്നും അല്ലാതെ അത് നമ്മളെ കൊല്ലു ഉറപ്പാണ്. സത്യമായിട്ടും വിളിക്കണം, പോലീസിനെ വിളിക്കണം. ഇവിടെ എന്തുകൊണ്ട്? ഹലോ, ആരും നിങ്ങൾ ഞങ്ങൾ പോലീസ് വിളിക്കാൻ പോ. ഹലോ,
ഭയങ്കര സൗണ്ടാ. അതിൻ്റെ ഉള്ളിൽ കരഞ്ഞോണ്ടിരിക്കലും മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ എക്സ്ട്രീം സൗണ്ട് എക്സ്ട്രീം സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട്. ഇതിനുള്ളിൽ പുറത്ത് വരോന്ന് അറിയാൻ പാടില്ല. സത്യമായിട്ട് സീനാണ്. ആരും ഉണ്ട് അകത്ത്. അത് മന്ത്രവാദിയാണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. ഉറപ്പകത്ത് ആരും ഉണ്ട് അത്. എന്ത് ചെയ്യൂടെ ഇപ്പൊ? ഈ കിടന്ന് കരഞ്ഞോണ്ടിരിക്കണ അങ്ങനെ ഇവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കണ പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് ആരാണ്ടുണ്ട്. അത് മന്ത്രവാദിയാണോ എന്ന് ഞങ്ങൾക്ക് നല്ല ഡൗട്ട് ഉണ്ട്. കാരണം തീ കത്തിച്ച് വെച്ച് അകത്ത് എന്തോ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അകത്ത് വന്നിട്ട്. ഞങ്ങൾ എന്തായാലും ഇപ്പൊ പോലീസ് വിളിക്കും. ഇവിടെ പോലീസ് വിളിക്കാൻ പറ്റത്തില്ല. പോലീസിനെ വിളിക്കാതെ ഞാനിതിനെടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്. പോലീസിനെ വിളിച്ച് നമ്മൾ പെടുകൂടാ. പോലീസിനെ നമ്മ വീട്ടില് നമ്മ പെട്ടുപോടാ. ശരിക്കും പെട്ടുപോടാ. ഇവിടെ വീട്ടിൽ പോകുന്ന ഉറപ്പ് കൊടുക്കണ വന്നാണ്. എടാ പോലീസ് വിളിച്ച് നമ്മളും പൊക്കിയെടുത്ത് അകത്ത് വിടാ. നീ ആരുടെ പെർമിഷൻ ഉണ്ടാക്കിയിട്ടാ വന്നെങ്കിൽ ഷൂട്ടിന്? പെർമിഷന്റെ കാര്യമില്ല. നമ്മളെ പൊക്കിയെടുത്ത് അകത്തിട്ട് രണ്ടാമത്തെ കാര്യം നമുക്ക് എങ്ങനെയും പുറത്തിറങ്ങാം. നിന്നൊക്കെ പൊക്കി അകത്തിട്ട് എങ്ങനെ പുറത്തൊക്കെ? എടാ പുറത്തോട്ട്. എടാ അതല്ലടാ. എടാ എന്തോട് സൗണ്ട് ചെയ്ത് ഇവിടുന്ന്? എനിക്ക് അറിയാൻ പാടില്ല. ചുറ്റിന് ഭയങ്കര സൗണ്ട് ഇവിടെ എത്ര വെള്ളം. ഹലോ എടാ നീ ഇങ്ങനെ കാര്യമില്ല. അതൊന്നും ചെയ്യാൻ പോകില്ല. ഇവിടെ നമ്മളെ കൊല്ലുള്ളൂ. സത്യമായിട്ട് അതെന്താണ് ആ സാധനം? മന്ത്രവാദിയാണ് പറയും. എനിക്ക് അറിയാൻ പാടില്ല. സത്യമായിട്ട് വിളിക്കട പണി ഇട്ടോടാ. എടാ നമ്മ ചത്തും പോടാ. എടാ വീട്ടിൽ പോണ്ടാടാ. ഇവിടെ എന്തുകൂടെ മാറി മാറി സൗണ്ട് ചെയ്തടാ. ഹലോ ഹലോ എന്തായാലും കാണിക്കാം. ഹലോ ഇവരെ വേണ്ട. കാര്യം ചെയ്. എടാ നമ്മുടെ കൂടെ വന്നില്ലേ? അവനെ വിളി വിളി വിളി. എടാ ഒന്നെങ്കിൽ അവനോട് ഓടിക്കാണും. ഒന്നെങ്കിൽ അവനോട് ഓടിക്കാണും, ഇല്ലെങ്കിൽ അവനോട് കാണും. നീ വിളി വിളി ഫോൺ വിളി ഫോൺ വിളി. വിളി 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 വിളി. എന്തിനാ വിളി വിളി അവനെ വിളി. എന്ത് കാരെന്താ? ഓടാ ഇവിടെ ഓടാ. വിളി 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 വിളി. അവിടെ വേണ്ട. തുറന്നെടുക്കടത്. എടാ തുറന്നിറക്കണെന്ന് പറഞ്ഞാ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവടാ. എടാ ചെന്ന് പണി മേടിക്കാൻ നിൽക്കാനേട്ടാ. കരിഞ്ഞു പോണോടാ. പറയാൻ പോണല്ലോ ഇപ്പൊ. അത് ആരാമന്ത്രി നമ്മളടുത്ത് പറയാൻ പോണല്ലോ. ഞാനാണ് ഇത് വന്ന് കാണുമ്പോ കുപ്പിച്ചിടാ. തള്ളി നീ പോണ്ട് പോടാ. നീ ഓടാതെ. സൂര്യ ഓ മൈ ഗോഡ്. ജസ്റ്റ് മിസ്റാ. ഇവിടെ ഇരുന്ന് കത്തിച്ച് എന്തുകൂടെ ഇത്? എന്തുകൂടെ കിടക്കുന്നു ഇവിടെ മൊത്തം? എന്തുകൂടെ നല്ല രീതിക്ക് എന്തുകൂടത്? എന്റെ ചവിട്ടി പൊട്ടിയാടാ. എനിക്ക് പേടിയാവണ്ട. പറഞ്ഞൂടെ വരണ്ടാതെ പണി മേടിച്ചാണ് കൊണ്ടുവന്നത്. പൊക്കോളാ വീട്ടില്. പോടാ. ചവിട്ടി പൊട്ടിപ്പോടാ. കണ്ടില്ലടാ ഞാനത്. കഷ്ടമാടാ. എടാ ഒന്നും സമയത്തില്ല. പറഞ്ഞേക്ക് പേടിക്കാതെ. ചെയ്തിട്ടുള്ള പൊട്ടടി നമുക്ക് രണ്ടുപേർക്കും പണിയിട്ടോടാ. മോനിക്ക് ആ വെറുതെ ചോദിച്ച് പണി മേടിച്ചാൽ അതിനായി പോയി. എന്തിനാണ് ഇവിടെ വന്നത്? ആ ചക്കരി ഏതാണ് നമ്മളത് ഇവിടെ വരാൻ പറഞ്ഞത്? നാളെ വെക്കാടാ പേടിക്കാതെ. അജീബേ സൗണ്ട് വെക്കല്ലേ. നാട്ടുകാർ ഒന്ന് പൊക്കിയിട്ട് ഇടിക്കും. മിണ്ടാതിരി. ഒന്നും സംഭവിക്കത്തില്ല നിനക്ക്. നീ പേടിക്കണ്ട. മുട്ടയൊക്കെ ചവിട്ടുള്ളൂ. വേറൊന്നും ചവിട്ടില്ലല്ലോ.
പേടിക്കണ്ട. മുട്ടയുടെ അതിനുള്ളിൽ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടു പോടാ. ഗൈസ്, എക്സ്ട്രീം ലെവലിൽ വന്നിട്ട് ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. എക്സ്ട്രീം ലെവലിൽ വന്നിട്ട് ഇവിടെ ഓരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. നജീബ് വന്നിട്ട് ഇപ്പോൾ ഒരു മുട്ട ചവിട്ടി കുത്തിച്ച് വന്നിട്ട് എനിക്കൊന്ന് നജീബാ എന്താ അവിടെ തള്ളിയടാ. ഞാൻ പറഞ്ഞിട്ടാ എനിക്ക് തോന്നാ നീ എന്തി കാണിക്കുന്നേ? ഞാൻ കാണിക്കാനാ വന്നപ്പോ തന്നെ മുട്ടയോടെ വന്നപ്പോ ഉണ്ടായിരുന്നില്ല. ഞാൻ ചവിട്ടിയ മുട്ടയോടെ വന്ന് പോട്ടി ഇവിടെ തന്നെ തള്ളിപ്പോ ഇവിടെ തന്നെ പിടി തള്ളിപ്പുറത്തോട്ട് ഇപ്പൊ ഇവിടെ ശബ്ദം എന്ത് കഷ്ടോട് എന്താണ് നടക്കുന്നത്? നീ മിണ്ടാതിരിക്കട്ടെ. നീ പറയും തോറും സൗണ്ട് ഉണ്ടാക്കി അടിച്ച് കണ്ണാടി അടിച്ച് പൊട്ടി. മിണ്ടായിരുന്നു പറഞ്ഞേ. നീ ഓരോ കോപ്പറയും കാണിക്കുന്നതനുസരിച്ച് അവിടെ ആക്ടിവിറ്റീസ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. മുട്ടയല്ലേ ചവിട്ടി പൊട്ടിച്ചുള്ളൂ. ആരുടെയും ഇതൊന്നുമല്ല ചവിട്ടി പൊട്ടിച്ചത്. അടങ്ങിയൊരു ഗൈസ്, എക്സ്ട്രീം ലെവലിൽ വന്നിട്ട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. എക്സ്ട്രീം ലെവലിൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഞാൻ ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യം പറഞ്ഞാൽ ഇവൻ മുട്ട ചവിട്ടി പൊട്ടിച്ചതിന് ഇവൻ കാണിക്കുന്ന അട്ടകാസം ഉണ്ടല്ലോ, എൻ്റെ പൊന്നു ദൈവമേ. അത് അവിടെ വേറെ ഒന്നും എന്തൊക്കെയാണ് സംഭവിക്കുന്നു. ഇവൻ എവിടെ നല്ല പറയാൻ കാണിക്കുന്നത്? നടുക്ക് മുട്ട ഉടനെ എങ്ങനെയാടാ അത് അറിയുന്നേ? എന്തുവാടാ നജീബാ? ഓ മൈ ഗോഡ്, നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന്? നിങ്ങൾ എന്താ ഇവിടെ കിടന്ന് കാണിച്ചോണ്ടിരിക്കുന്നേ? കുഴപ്പമൊന്നുമില്ല, തലാറങ്ങണ്ട. ഓ മൈ ഗോഡ്. ശരി വാ നമുക്ക് പുറത്ത് പോവാം. ശരി വാ, എണ്ണിക്ക് വാ. ഓ മൈ ഗോഡ്. ചാടാ നജീബ് ഡാ. എന്ത് കാണിക്കുന്നു? ഹലോ നജീബ് ഡാ. ഛർദിക്കില്ലേ നജീബ്? നജീബ് ഡാ. ഓ മൈ ഗോഡ്. ഹലോ. ഓ മൈ ഗോഡ്. നജീബ് ഡാ. ഇവിടെ എണിച്ച് എനിക്ക് എന്താ പറ്റുന്നേ? നജീബേ, എന്തുവാടാ? എടാ നിനക്ക് ഇങ്ങനെ കാണിച്ച് ഞാൻ എന്ത് ചെയ്യണം ഒറ്റയ്ക്ക്? ഹലോ. ഡോർ തുറക്കാൻ പറ്റുന്നല്ല, ഇത് ചാടിപ്പോയല്ലോ. അതുകൊണ്ട് പൊട്ടക്കണടാ, എൻ്റെ ദൈവമേ. ഓ മൈ ഗാഡ്. എക്സ്ട്രീം ലെവലാണ് ആക്ടിവിറ്റി നടത്തുന്നത്. എക്സ്ട്രീം ലെവലില് എനിക്കാണെങ്കിൽ ഒരു സെക്കൻഡ് നിങ്ങളുടെ പരിപാടിയാണ് ഇതെല്ലാം കാണിക്കുന്നേ? ചാണ്ട, നിങ്ങൾ കാണിച്ച് നിങ്ങളുടെ പരിപാടിയാണ് ഇതൊക്കെ. ചിരിക്കുന്നതാ നജീബിരാ. ഓ മൈ ഗോഡ്. നജീബിരാ, എടാ എന്തോടെ കാണിക്കുന്നത് നജീബേ? ഓ മൈ ഗോഡ്. എണീക്കടാ. തിരി. എടാ എന്തോടെ പറ്റിയതൊക്കെ? എനിക്ക് അറിയാൻ പാടാ, എന്തൊക്കെയോ ബുദ്ധിമുട്ടിക്കണ്ട. എടാ നീ പോയി ഇപ്പുറത്ത് പുറത്തോ. ഓ മൈ ഗോഡ്. പുറത്തു. ഓ മൈ ഗോഡ്. എടാ നീ പുറത്തു പോയി. നീ പുറത്തു പോടാ. എന്തുകൂടെ നടക്കുന്നേ?
ഓ മൈ ഗോഡ്. കുട്ടിച്ചാത്തനായിക്കോട്ടെ എന്തും ആയിക്കോട്ടെ മന്ത്രവാദി ആയിക്കോട്ടെ എന്തും ആണെങ്കിലും എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാതെ ഇത് ഒരുപാടാ. ആവശ്യമില്ലാതെ എന്നെയോ കൂടെ വന്നതിനെയോ ആവശ്യമില്ല ഒന്നും ചെയ്യരുത്. എനിക്ക് എത്ര മാത്രമേ പറയാനുള്ളൂ. പറഞ്ഞേക്കാം. നീ ഓക്കെയല്ലേ? ഗൈസ് ഇവിടെ എന്തോ സംഭവിക്കുന്നു, എന്തോ നടക്കുന്നതെന്ന് ഒരു പിടുത്തം. എന്ത് കാണിക്കോടാ എടാ നച്ചിടാ ഇപ്പുറത്ത് പോടാ. എടാ എനിക്ക് നിന്നെ വലിക്കാൻ പറ്റില്ല. വാടാ ഇപ്പുറത്ത് പോടാ. വാടാ ഇപ്പുറത്ത് പോടാ. എന്തുവാടാ എന്തുവാടാ നിന്നെ ആര് വലിച്ചോണ്ട് പോന്നേ? ഇങ്ങോട്ടേക്ക് അടിച്ച് അങ്ങോട്ടേക്ക് അടിച്ച് അടി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് പിടിച്ച് അങ്ങോട്ടേക്ക് വലിച്ചോണ്ട് പോണു. കുഴപ്പമുണ്ടാവില്ല. എന്നെയും കൊല്ലാൻ നോക്കണം. ഞാനാളെ നീ പോലും പറഞ്ഞിട്ടില്ല ചോദിച്ചെടുത്ത്. പിന്നെ സത്യം ഞാൻ എന്തോ കാണിക്കും. നീ പുറത്തു പോകേ പുറത്തിറങ്ങി വീട് എപ്പോഴാണ് ഫ്ലാഷ് പുറത്തിറങ്ങിക്കോ. പുറത്തിറങ്ങിക്കോ ഫ്ലാഷ് പുറത്തിറങ്ങിക്കോ. എന്ത് പറയണമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അമ്മാതിരി ആക്ടിവിറ്റീസ് നടക്കുന്നവിടെ അവരെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കും ഫീൽ ആവുന്നുണ്ട് എന്നൊക്കെ ആരും വലിക്കുന്ന പോലെ. പക്ഷേ ഞാനും കൂടി സൗണ്ട് വെച്ച് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ നിൽക്കത്തില്ല. പക്ഷെ അവനെ ശരിക്കും അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇത് മന്ത്രവാദിയുടെ പണിയാണോ അത് ഇവിടെ ഉള്ള വേറെ ഏതെങ്കിലും ഗോസ്റ്റിൻ്റെ പണിയാണോ എന്ന് പോലും അറിയത്തില്ല.